നമുക്ക് ഒരു കുഞ്ഞ് ചോക്കർ ഉണ്ടാക്കി വയ്ക്കാമല്ലോ. ഇതിന് മാച്ച് ചെയ്തിട്ടുള്ള നെറ്റിച്ചുട്ടിയും കമ്മലും നമ്മൾ ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഷോർട്സ് ആയിട്ടാണ് തൊട്ടത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ചോക്കർ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടതെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഓരോന്നിൻ്റെ പേരും കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ ഷോർട്സിലും പറയുന്നുണ്ട്. അതിനെക്കൊണ്ട് ഞാൻ അപ്പം അങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞിട്ട് നിങ്ങളെ വേർപ്പിക്കണില്ല. നമുക്ക് ചോക്കർ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഒരു OHP ഷീറ്റ് എടുക്കുക. അതിലേക്ക് നമുക്ക് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ B7000 എന്ന് പറഞ്ഞിട്ടുള്ള ഗമ്മാണ് കേട്ടോ യൂസ് ചെയ്യണത്. ഞാൻ എപ്പോഴും അത് തന്നെയാണ് യൂസ് ചെയ്യാറ്. അതിലേക്ക് എന്നിട്ട് ഒരു സ്ക്വയർ ഷേപ്പുള്ള കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്ത് പിന്നെ അതിൽ ചുറ്റിലും നമുക്ക് സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കണം. ഇത് ചെറിയ സൈസുള്ള കുന്തൻ സ്റ്റോൺ ആയതിനെക്കൊണ്ടില്ലേ ഞാൻ ഈ സ്റ്റോൺ ചെയിനും അതുപോലെ ചെറിയ സൈസുള്ളതാണ്. ഇത് ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ ഈ സ്റ്റോൺ ഒട്ടിക്കുന്നത് ചിലപ്പോൾ ചിലവർക്കൊക്കെ തെറ്റി പോവാറുണ്ട്. ഇത് എങ്ങനെയാണെന്ന് അറിയാം ഒട്ടിക്കുക. നമുക്ക് എത്ര സൈസ് വേണ്ടതെന്ന് വെച്ചിട്ട് ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ 3 സ്റ്റോൺ വെച്ചിട്ടാണ് എടുത്തത്. ചെറിയ കുന്തൻ സ്റ്റോണാണ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അങ്ങനെ 3 സ്റ്റോൺ വന്നിട്ട് അങ്ങനെ ഒരു 4 എണ്ണം നമുക്ക് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതുണ്ടല്ലോ ചിലർക്കുണ്ടല്ലോ അത് ഒട്ടിക്കുമ്പോൾ ഇങ്ങനെ കറക്റ്റ് ആവലില്ല, സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി പോയിട്ടേ. അപ്പോൾ ഞാൻ അതിനൊരു ട്രിക്ക് പറഞ്ഞത് ആകുന്നതിന് ഉണ്ടല്ലോ നമ്മൾ ഒട്ടിക്കുമ്പോൾ ആ സ്റ്റോണിൽ തുടങ്ങണ സ്ഥലത്ത് നിന്ന് ഒട്ടിക്കുക. അപ്പോൾ ഒരു സ്റ്റോൺ ഉണ്ടാവുമല്ലോ അത് കുറച്ച് പുറത്തേക്ക് നിൽക്കും. എന്നിട്ട് അടുത്ത താഴോട്ട് വെക്കണ സ്റ്റോൺ ഇല്ലേ ആ ഒരു സ്റ്റോണിൻ്റെ താഴോട്ട് വെക്കുക. അങ്ങനെ എപ്പോഴും നമ്മൾ കുന്തൻ സ്റ്റോണിനേക്കാളും ഒരു സ്റ്റോണ് വലിപ്പം കൂടുതലുണ്ടാവും. അങ്ങനെ വെച്ച് വരുമ്പോൾ അവസാനം നമുക്ക് നല്ല സ്ക്വയർ ഷേപ്പ് തന്നെ കിട്ടും. നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കണേ. അല്ലെങ്കിൽ വീഡിയോ കണ്ടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള റൗണ്ട് ഷേപ്പിലുള്ള സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഇതുപോലത്തെ ഡ്രോപ്പ് ഷേപ്പിലും കണ്ടല്ലോ എങ്ങനെയൊക്കെയാണ് ഒട്ടിച്ചതെന്നൊക്കെ. അങ്ങനെ ഒട്ടിക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് ഡ്രൈ ആവാൻ വെക്കണം. ഞാനൊരു ദിവസം രാത്രി ഉണ്ടാക്കിയിട്ടേ രാവിലെയാണ് ഇത് കട്ടൊക്കെ ചെയ്തത്. അങ്ങനെ നല്ല ഡ്രൈ ആയിക്കുകയാണെങ്കിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ കുറച്ചുകൂടെ എളുപ്പമാവും. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഈ കട്ടറുമ്മിൽ ഇങ്ങനെ ഒട്ടി പിടിക്കാൻ തുടങ്ങും. ആ ഗമ്മ് നന്നായിട്ട് ഒട്ടി പിടിക്കുന്ന ഒരു സൈസ് ഗമ്മാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വേണ്ടിയിട്ടുള്ള ഐപ്പിന് സെറ്റ് ചെയ്തെടുക്കുക. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ തന്നെ ബ്ലാക്ക് ഒരു മാല ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വീഡിയോസ് അധികം കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ 2 ഐപ്പിന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടാണ് വെച്ചത്. പക്ഷേ ഇതുണ്ട് ചെറിയ സൈസുള്ള മാല അതിനെക്കൊണ്ട് തന്നെ ഞാൻ ഒരു ഐപ്പിന് തന്നെ അതിൻ്റെ തറ്റത്തുള്ള ഭാഗം കൂടെ ഒരു ഐ കൊടുത്തിട്ടാണ് ഉണ്ടാക്കിയത്. അതേപോലെ തന്നെ നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ടൂൾസൊക്കെ ഞാൻ ഷോർട്സ് ഇടുമ്പോൾ അതിൽ ടാഗ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. ഷോർട്സ് കണ്ടിക്കുകയാണെങ്കിൽ അഥവാ നിങ്ങൾക്ക് വാങ്ങണം താല്പര്യം ഉണ്ടെങ്കിൽ അതിന് വാങ്ങിക്കാൻ കഴിയുക. ഈ ടൂളും അതേപോലെ തന്നെ ഞാൻ വാങ്ങിച്ചതാണ്. ഒരു 3 ടൂള് വരുന്ന ഒരു കോംബോ ആയിരുന്നു. അതിന് 134 അങ്ങനെ എന്തോ പ്രൈസ് ആയിട്ടുള്ളൂ കേട്ടോ. എന്തായാലും നല്ല റേറ്റ് കുറവായിരുന്നു. ഞാൻ എപ്പോഴും പറയലുണ്ട് നമ്മൾ ടൂൾസ് വാങ്ങുമ്പോൾ എന്തായാലും ഓൺലൈനിൽ നിന്ന് വാങ്ങണതാണ് നന്നാവുക എന്ന്. കാരണം ഇത് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഒരു ടൂളിന് തന്നെ 100 രൂപയും 80, 70 അങ്ങനെയൊക്കെ റേറ്റ് വരാറുണ്ട്. പക്ഷേ ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള പോലെ എനിക്ക് അതിന് തോന്നിയിട്ടുണ്ട്. ഓൺലൈനിൽ വാങ്ങണതിന് ക്വാളിറ്റി ഇല്ല എന്നല്ല, അതൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച കട്ടറാണ് കേട്ടോ. ഇതെനിക്ക് നല്ല ഉപകാരമാണ്. അത്യാവശ്യം വലിയ സൈസുള്ള പിന്നൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ നല്ല സിമ്പിളാണ് ഇത് വെച്ചിട്ട്. പക്ഷേ ഈ പ്ലെയറിൻ്റെ ഒക്കെ കാര്യം ഞാൻ പറയുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എപ്പോഴും കിട്ടുമ്പോൾ ഇതിന് നടുക്കിലൊരു സ്പ്രിങ് വരുന്ന ഒരു ടൈപ്പ് ഉണ്ട്. അതാകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പൊന്തിച്ച് കൊടുക്കണ്ട. ഇത് ഇടുമ്പം തന്നെ തന്നാലെ ഇങ്ങനെ പൊന്തി കിട്ടും. അങ്ങനത്തെ ഒരു ടൈപ്പ് ആയിരുന്നു. പക്ഷേ ഇതെനിക്ക് നമ്മളിങ്ങനെ നമ്മളെ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു ഇത് വന്നിട്ടുണ്ട്. പക്ഷേ ഈ നോസ് പ്ലെയർ ഉള്ളതിനെ കൊണ്ട് തന്നെ ഐപ്പിന് സെറ്റ് ചെയ്തെടുക്കാനോ അതേപോലെ ഇതുപോലെ ഗുങ്കുരി കെട്ടിയെടുക്കാനൊക്കെ എനിക്ക് നല്ല സിമ്പിൾ ആണ് കേട്ടോ. അങ്ങനെ ഐപ്പിന്നുകളൊക്കെ ഒട്ടിച്ചതിൻ്റെ ശേഷം ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒരു കുഞ്ഞ് വാക്സ് പേപ്പറും കൂടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഒട്ടിച്ചെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഇളകി പോവാണ്ടൊക്കെ ഒട്ടിക്കണമെന്ന് തന്നെ ഉള്ളൂ. അങ്ങനെ ഐപ്പിന് നന്നായിട്ട് ഉണങ്ങിയതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇനി ഹാങ്ങിങ് ബീഡ്സും ഗുങ്കുരൂസും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇതും അതേപോലെ തന്നെ ഇതിൽ കാണുന്ന എല്ലാ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളുണ്ടല്ലോ, ഈ ഹാങ്ങിങ് ബീഡ്സ് ഉണ്ടാക്കുന്നതാണെങ്കിലും ഗുങ്കുരു ഉണ്ടാക്കുന്നതാണെങ്കിലും ഐപ്പിന് കട്ട് ചെയ്തെടുക്കുന്നതാണെങ്കിലും ഒക്കെ ഞാൻ സെപ്പറേറ്റ് ഷോർട്സ് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിനിപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് കറക്റ്റായിട്ട് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഷോർട്സും കൂടെ കണ്ടാൽ മതി. പക്ഷെ കുറേ ഇയറിങ്സിൻ്റെ വീഡിയോ ഇട്ടതിനെ കൊണ്ട് ഷോർട്സൊക്കെ അടിയിലോ അങ്ങനെ ഇടയ്ക്കൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ചെയിൻ സെറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ലാസ്റ്റ് ഐപ്പിന് അങ്ങോട്ട് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ചെയിൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ലെങ്ത്ത് അനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ അതിലേക്ക് ഒരു കുഞ്ഞ് ജംപറിങ് ഇട്ട് കൊടുക്കണുണ്ട്. ഇതിപ്പോൾ നമ്മളൊരു ചെറിയ മോക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ജംപറിങ് ഞാൻ ഈ ചെയിനിൻ്റെ പകുതിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. അതേപോലത്തെ അപ്പുറത്തെ സൈഡിലും 2-3 ജംപറിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ജംപറിങ്ങിൻ്റെ മുകളിൽ തന്നെ നമുക്ക് കുളത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഫിഷ് ലോക്കാണ് കേട്ടോ ഞാൻ എടുത്തത്. അങ്ങനെ ചെയിനോട് സെറ്റ് ചെയ്തപ്പോഴേക്കും നമ്മളെ ചോക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അല്ലാതെ ചില്ലറ മേനക്ക് പണികളൊക്കെ ചെയ്ത് കൊടുക്കുക. നേരത്തെ തന്നെ പറഞ്ഞത് ഒരു സെറ്റ് ആയിട്ടാണെന്ന്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇയറിങ്ങും നെറ്റിച്ചുട്ടിയൊക്കെ നമ്മളിതിന് മുമ്പേ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ പറയണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.